ഈ പെൻഡ്രൈവ് ആണ് അച്ഛൻ ചേച്ചിയുടെ ലാപ്ടോപ്പിൽ നിന്ന് തട്ടിയെടുത്തത്. ഇത് തട്ടിയെടുക്കാൻ വേണ്ടിയാണ് അച്ഛൻ അനാവശ്യമായി ഓഫീസിൽ അലാറം മുഴക്കിയത്. നീ ഇതെന്തൊക്കെയാ പറയുന്നേ? പെൻഡ്രൈവ് ഞാൻ തട്ടിയെടുത്തെന്നോ? എപ്പോ? എങ്ങനെ? എനിക്കതൊന്നും അറിയില്ല. നീ വെറുതെ ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറയരുത്. ഞാൻ അനാവശ്യ അലാറം അടിച്ചെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എടാ, നിന്നോട് ഇത് ആരൊക്കെ എന്തൊക്കെയാ പറഞ്ഞു തരുന്നത്? വെറുതെ ഓരോരുത്തരും ഓരോന്ന് പറയും. നീ അതൊന്നും വിശ്വസിക്കരുത്. എനിക്ക് എന്റെ കണ്ണുകളെ വിശ്വസിക്കാമല്ലോ. എന്റെ കണ്ണുകൾ എന്നോട് കള്ളം പറയില്ലല്ലോ. ഇതെല്ലാം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ശാലിനി ചെല്ല്. ശരി സാർ. പിന്നെ നിന്റെ കാര്യം മാത്രം ചിന്തിച്ച സത്യത്തിൽ നിനക്കിവിടെ ഒരു രണ്ടാം തരക്കാരന്റെ സ്ഥാനം പോലും ഇല്ല. ഉണ്ടോ? നീ തന്നെ ഒന്ന് ചിന്തിക്കേ. സിദ്ധുവിനും ഋഷിക്കും മാത്രമാണ് ഇവിടെ പരിഗണന. നീ അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് വെറുതെ കൂടെ നടക്കുന്നു. ഇങ്ങനെ നടന്നാ ഒടുവിൽ നീ വളരെയധികം പ്രയാസപ്പെടേണ്ടി വരും. നിന്നെ എല്ലാവരും ചേർന്ന് എല്ലാത്തിൽ നിന്നും പൂർണ്ണമായിട്ട് ഒഴിവാക്കും. നീ ഞങ്ങളെ മനസ്സിലാക്കണം. നീ ഞങ്ങളെ മനസ്സിലാക്കിയില്ലെങ്കിൽ ഞങ്ങൾ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ഞങ്ങളോടൊപ്പം നിന്നില്ലെങ്കിൽ നീ ഈ വീട്ടിൽ ഒറ്റപ്പെടും. ആരാരും ഇല്ലാത്ത അവസ്ഥയിൽ നീ ഇവിടെ തനിച്ചാവും. നിന്നെ ഇവിടെ ഉള്ളവരെല്ലാം ചേർന്ന് ഒതുക്കി നിർത്തും. നീ അത് ഓർത്തോ. അങ്ങനെ ഒരു അവസ്ഥ ഞങ്ങളുടെ മോനുണ്ടാൻ പാടില്ല. അതുകൊണ്ടാ അച്ഛനും അമ്മയും ഈ റിസ്ക് എടുക്കുന്നത്. എന്റെ ചേട്ടനും അമ്മയെല്ലാം ഞാൻ കണ്ണടച്ച് വിശ്വസിച്ചതുകൊണ്ടാ. ഒന്നും പ്രതീക്ഷിക്കാത്ത എല്ലാ ജോലികളും ഞാൻ ഏറ്റെടുത്ത് നടത്തിയതുകൊണ്ടാ ഇതെനിക്ക് ഗതിയുണ്ടായത്. നാളെ അത് നിനക്കുണ്ടാവരുത്. പൊന്നാരം തോട്ടത്താരുടെ ബിസിനസ് സാമ്രാജ്യത്തിൽ അർഹമായ സ്ഥാനം എന്ന് നിനക്കുണ്ടാവണം. ആ സ്ഥാനം നിനക്ക് നേടിത്തരാൻ വേണ്ടിയാ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെടുന്നത്. ഈ പെൻഡ്രൈവ് ഞാൻ ഓഫീസിൽ നിന്ന് തട്ടിയെടുത്തതും നിനക്ക് പ്രയോജനപ്പെടുന്ന തരത്തിൽ എന്തെങ്കിലും ഇതിനുള്ളിൽ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയാ. ഞാനിത് പരിശോധിച്ചു. നമുക്ക് സഹായകമായ തരത്തിൽ ഒന്നും തന്നെ ഈ പെൻഡ്രൈവിൽ ഇല്ല. അതുകൊണ്ടാ ഇത് നശിപ്പിക്കാന്ന് പറഞ്ഞത്. എന്നാ പിന്നെ ഇത് നശിപ്പിച്ചേക്കാം. ഇതൊരു അപ്രതീക്ഷിതമായ വരവാണല്ലോ. എന്തുപറ്റി? ഇവിടേക്കായിട്ട് ഇറങ്ങിയതാണോ അതോ എവിടെയെങ്കിലും പോകുന്ന ഒഴുക്കി കയറിയതാണോ? ഞാനും കുട്ടനും കൂടെ ഓഫീസിൽ പോയിട്ട് വരുന്ന വഴിയാ മുത്തശ്ശ. ഇപ്പോ ഓഫീസിലെ ചുമതലകൾ കൂടി അവിടുത്തെ അച്ഛൻ എന്നെ ഏൽപ്പിച്ച വിവരം ഞാൻ മുത്തശ്ശനോട് പറഞ്ഞില്ലേ? പറഞ്ഞിരുന്നു. എങ്ങനെയുണ്ട് മോളെ ഓഫീസിലെ ജോലികൾ? തുടങ്ങിയതല്ലേ ഉള്ളു മുത്തശ്ശ, കുഴപ്പമില്ല. നീ മിടുക്കിയല്ലേ മോളെ. ഓഫീസിലും നീ ശോഭിക്കും. മുത്തശ്ശനൊരു കാര്യം കേൾക്കണോ? എന്താ? കേക്കട്ടെ. ഇന്നേ നമ്മുടെ ഓഫീസിൽ തീ പിടിക്കാൻ വന്നു. ഞാനും മാലാഖയൊക്കെ തീ പിടിച്ച് ചത്തു എന്നെ. എന്താ മോളെ സിദ്ധു എന്താ പറയുന്ന? ഇതിൽ വല്ല വാസ്തവമുണ്ടോ? തീപിടുത്തൊന്നും ഉണ്ടായില്ല മുത്തശ്ശ.
പക്ഷെ അപകട സാധ്യത ഉണ്ടായിരുന്നു. എവിടെയോ എന്തോ സാങ്കേതിക പിഴവുണ്ടായതാകാൻ കാരണം. ഫയർ അലാം കേട്ട് അവിടുത്തെ സ്റ്റാഫും ഞങ്ങളും ഒക്കെ ഭയന്നുപോയി. എല്ലാവരും ഉടൻ തന്നെ ഓടി പുറത്തിറങ്ങി. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലെങ്കിലും അവിടെ എന്തൊക്കെയോ അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട്. ഋഷിയല്ല നോക്കുന്നേ. ആ ബഹളത്തിന്റെ ഇടയിൽ കുട്ടനെ അവിടെ ഇരുത്തിയാൽ ശരിയാവില്ല. അതുകൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതെന്തായാലും നന്നായി മോളെ. ഇനി നിങ്ങൾ രണ്ടുപേരും കുറച്ച് സമയം ഇവിടെ ഇരുന്ന് വിശ്രമിച്ച് ആഹാരമൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി. ആ ഹായ്. അമ്മേ, ആരോട് ചോദിച്ചിട്ടടി നീ ഇവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്? ചോദിച്ചത് കേട്ടില്ലേ? ആരോട് ചോദിച്ചിട്ടാ നീ ഇവനെ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിച്ചേന്ന്? ശ്രീലേ, വേണ്ട. എന്ത് വേണ്ടെന്ന്? ഇവൾക്കിവൻ ഇവളുടെ ഭർത്താവായിരിക്കും, പക്ഷെ എനിക്കിവൻ എന്റെ ഭർത്താവിന്റെ കൊലപാതകിയാ. അങ്ങനെ ഒരു കൊലപാതകിയെ ഈ വീട്ടിനകത്ത് വിളിച്ചു കയറ്റി സൽക്കരിക്കാൻ പറ്റില്ല. ഇറങ്ങിക്കോ. നീ ഇപ്പൊ ഇവനെ വിളിച്ചിവിടുന്ന് ഇറങ്ങിക്കോണം. അമ്മേ, ആദ്യം അമ്മ ഈ ദേഷ്യം ഒന്ന് നിയന്ത്രിക്കും. എന്നിട്ട് ഞാൻ പറയുന്ന സ്വസ്ഥമായിട്ടൊന്ന് കേക്ക്. എനിക്ക് കേക്കണ്ട. എനിക്ക് എന്റെ മുമ്പിൽ ഇവൻ വന്ന എനിക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. മര്യാദക്ക് ഇവനെ വിളിച്ചുകൊണ്ട് ഇറങ്ങ. ഇല്ലെങ്കിൽ എനിക്ക് ചിലപ്പോ വെട്ടുകത്തി എടുക്കേണ്ടി വരും. അമ്മേ, ഇറങ്ങ.